ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നില്ല വീഡിയോയിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായി കാണുന്നവരാണ് എല്ലാവരും ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ റുബിക്സ് ക്യൂബ് ഒക്കെ പഴയ ഡിസോർഡർ ആക്കി വെച്ചിരിക്കണേ. അപ്പോൾ ഇനി ഇത് ശരിയാക്കാൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം വൈറ്റ് കളർ എടുക്കാം. അപ്പോൾ വൈറ്റാണ് നമ്മൾ ഫുള്ളാക്കാൻ നിൽക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം. വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ. അപ്പോൾ യെല്ലോന് ചുറ്റും പ്ലസ് രൂപത്തിൽ വൈറ്റ് കൊണ്ടുവരണം. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ചെയ്യാം. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു കളർ കൊണ്ടുവരിക. അതേപോലെ പ്ലസ്സായി വൈറ്റ് കൊണ്ടുവരിക. രണ്ടെണ്ണമായി, മൊത്തത്തിൽ 4 ഉണ്ടാവും. 3 4ാമത്തെ കളർ. അപ്പോൾ ഇതുപോലെ പ്ലസ് രൂപത്തിൽ കൊണ്ടുവരണം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ഈ പ്ലസ് കൊടുക്കുന്ന വൈറ്റിൻ്റെ ഒരു കളർ ആദ്യം എടുക്കുക. ഇതെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഏതാ കളർ നോക്കുക. അടിയിൽ ഓറഞ്ചാണ്. അപ്പോൾ നേരെ നമ്മൾ അത് ഓറഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. കണ്ടില്ലേ, ഇതും ഇതേമാതിരി ഓറഞ്ചിൻ്റെ അടുത്ത് കൊണ്ടുവരാം. ഈ വൈറ്റ് നേരെ ഓപ്പോസിറ്റ് ഈ വൈറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഓറഞ്ചിൻ്റെ അവിടെ ഇവിടെ ഓറഞ്ച് ഉണ്ട്. അതിനുശേഷം അടുത്ത കളർ എടുക്കുക. അടുത്തത് ഈ വൈറ്റിൻ്റെ അവിടെ ഈ ബ്ലൂ ആണ്. അപ്പോൾ കറക്റ്റ് വന്നേക്കണേ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് കൊടുത്താൽ മതി. പിന്നെ അതിന് ശേഷം അടുത്ത കളർ നോക്കുമ്പോൾ റെഡ്, വൈറ്റിൻ്റെ അടിയിൽ റെഡാണ്. അപ്പോൾ നേരെ റെഡിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. അപ്പോൾ റെഡ് വന്നു, നേരെ ഓപ്പോസിറ്റ് വൈറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. എന്നിട്ട് അടുത്ത വൈറ്റ് എടുക്കുക. ഈ വൈറ്റിൻ്റെ അടിയിൽ ഗ്രീനാണ്. അപ്പോൾ നേരെ ക്യാമറ അറിയാതെ ഒന്ന് ഫ്ലോപ്പ് ആയതാണ്. അപ്പോൾ നേരെ ഗ്രീനിൻ്റെ അടിയത്തെ കളറ് ഗ്രീൻ. അപ്പോൾ വൈറ്റിൻ്റെ അടി ഗ്രീനാണ്, നേരെ ഓപ്പോസിറ്റ്. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഷേപ്പ് വന്നു വൈറ്റിൻ്റെ ചുറ്റും. അതേമാതിരി നമ്മൾ കൊടുക്കുന്ന വൈറ്റിൻ്റെ അടുത്ത് റെഡ് കളർ റെഡ്, ബ്ലൂവിൻ്റെ അവിടെ ബ്ലൂ, ഓറഞ്ചിൻ്റെ അവിടെ ഓറഞ്ച്, ഗ്രീൻ്റെ അവിടെ ഗ്രീൻ. അപ്പോൾ അങ്ങനെ വന്നു 4 കളർ. ഇനി നമ്മൾ ഇവിടെ ഒക്കെ ഫിനിഷ് ആക്കണം. ഫിനിഷ് ആക്കണമെങ്കിൽ അത് കറക്റ്റ് ആയി വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ ഫിനിഷ് ആക്കണം. ആദ്യം നമ്മളൊരു വൈറ്റ് കളർ എടുക്കാം. വൈറ്റ് കളർ. ഇനി ഇവിടെ ഓരോ കോർണറിലാണ് ഫിനിഷ് ആക്കണം. അപ്പോൾ ഈ വൈറ്റ് കളറിൻ്റെ അടിയിൽ ഏതാ കളർ വെക്കുക, ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഇത് ബ്ലൂവിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. ഇങ്ങനെ വെക്കുമ്പോൾ ഈ വൈറ്റിൻ്റെ അടിയിൽ ബ്ലൂ, ഇത് ബ്ലൂ. അപ്പോൾ നേരെ ഇത് ഇവിടേക്കുള്ളതാണ്, ഇതിൻ്റെ മുകൾക്ക് ഈ കോർണറിലുള്ളതാണ് ഈ വൈറ്റ്. അപ്പോൾ ഈ വൈറ്റ് നേരെ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ഇത് ഇവിടെ കൊടുക്കുന്നു. ഇനി അടുത്ത വൈറ്റ് എടുക്കാം. അടുത്ത വൈറ്റ് ഇതാ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ കളർ ഓറഞ്ച്. അപ്പോൾ നേരെ ഓറഞ്ചിൻ്റെ അടുത്ത് പോവുക. അപ്പോൾ ഓറഞ്ചിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഇത് ഓറഞ്ച് സ്ഥലം ഇതാ ഓറഞ്ച്. അപ്പോൾ ഈ വൈറ്റ് ഇവിടെ ഉള്ളതാണ്. ഇനി അടുത്ത വൈറ്റ് ഇവിടെയുണ്ട്. ഇതിൻ്റെ അടിയിലത്തെ കളർ റെഡ്. അപ്പോൾ നേരെ റെഡിൻ്റെ അടുത്ത് കൊണ്ടുപോകുക. അപ്പോൾ ഈ വൈറ്റ് ഈ കോർണറിലാണ് വരേണ്ടത്. ഇനി ഒരു വൈറ്റും കൂടി, അത് ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ കളർ ബ്ലൂ ആണ്. അപ്പോൾ നേരെ ബ്ലൂവിൻ്റെ അടുത്ത് കൊണ്ടുപോകുക. അപ്പോൾ ഈ ബ്ലൂവിൻ്റെ അടുത്താണ് ഈ വൈറ്റ് ഇവിടെ ഫിനിഷ് ആക്കണ്ടേ. നേരെ ഫിനിഷ് ആക്കുക. അപ്പോൾ ഫിനിഷ് ആയി കഴിഞ്ഞു ഇവിടെ വൈറ്റ്. അപ്പോൾ നമുക്കൊരു T ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെയർ ഫിനിഷ് ചെയ്യുന്ന അർത്ഥം. കണ്ടില്ലേ, ഇതുപോലെ T വരണം. 3 റെഡ്, ഒരു T. അപ്പോൾ ഇവിടെ റെഡ് ഫിനിഷായി. ഇനി അടുത്ത് നോക്കുമ്പോൾ ഇവിടെ ബ്ലൂ, ഇവിടെ ബ്ലൂ. അപ്പോൾ T ഷേപ്പ് ഇവിടെയും കിട്ടി. ഇവിടെ ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ T ഷേപ്പ് കിട്ടി. അതുപോലെ ഇവിടെ ഗ്രീനിൻ്റെ T ഷേപ്പ് കിട്ടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് ലെയർ ഫിനിഷ് ആക്കാൻ കുറച്ച് ഇക്വേഷനൊക്കെ വേണം. അത് ഞാൻ നിങ്ങൾക്ക് എഴുതിയാണ്ട് അടുത്ത വീഡിയോയിലായിട്ട് തരാം. ഓക്കെ, ബൈ.